ഹായ് എവരിവൺ, വെൽക്കം ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈസി ആയിട്ട് ഡയബറ്റിസ് ഉള്ളവർക്ക് എങ്ങനെ വെയിറ്റ് കുറക്കാം എന്നുള്ളതാണ്. പലർക്കും ഒരു സംശയം ഉണ്ടാവും അല്ലേ, എനിക്ക് ഷുഗർ ഉണ്ട്, അപ്പോൾ എനിക്ക് വെയിറ്റ് കുറക്കാൻ പറ്റുമോ, അതോ കുറച്ചാൽ തന്നെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാവുമോ എന്നൊക്കെ. അതൊക്കെയാണ് നമ്മൾ ഇന്ന് ഒരു ചെറിയ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് തന്നെ നമുക്ക് നോക്കാം. നമ്മൾ ഡയബറ്റിസിൽ വെയിറ്റ് കുറക്കാൻ വേണ്ടി നോക്കുമ്പോൾ ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ടത് ഗ്ലൈസീമിക് ഇൻഡെക്സ് കുറവുള്ള ഫുഡ് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾക്ക് പലതരം ഫുഡ് കഴിച്ച് വെയിറ്റ് കുറക്കാൻ വേണ്ടി സാധിക്കും. ഡയബറ്റിസ് ഉള്ളവർക്ക് സാധാരണ ഉള്ളവർ നമുക്ക് കഠിനമായിട്ടുള്ള ഒരു ഡയറ്റോ വർക്കൗട്ട്സോ ഒന്നും കൊടുക്കാൻ വേണ്ടി പറ്റില്ല. അതുകൊണ്ട് തന്നെ ഈ ഗ്ലൈസീമിക് ഇൻഡെക്സ് കുറവുള്ളത് ഫോളോ ചെയ്യുന്ന വഴി നമുക്ക് ബ്ലഡ് ഷുഗറും കുറയ്ക്കാം, അതേസമയം തന്നെ നമ്മളെ വെയിറ്റും ഹെൽത്തി ആയിട്ട് തന്നെ കുറക്കാൻ വേണ്ടി പറ്റും. നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഓട്സ് ഒക്കെ കഴിക്കില്ലേ, ഓട്സ് പച്ചക്കറികളൊക്കെ ഗ്ലൈസീമിക് ഇൻഡെക്സ് കമ്പാരിറ്റീവ്ലി കുറവുള്ളവയാണ്. അതുപോലെ തന്നെ ബ്രൗൺ റൈസ് യൂസ് ചെയ്യുക. എന്നാൽ ഗ്ലൈസീമിക് ഇൻഡെക്സ് കൂടുതലായിട്ടുള്ള പഞ്ചസാര, പിന്നെ വെളുത്തരി പോലുള്ളവയൊക്കെ റിഫൈൻഡ് ആയിട്ടുള്ള ഫുഡ്സ് ഒക്കെ മാക്സിമം ഒഴിവാക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം. നമ്മളിപ്പോൾ രാവിലെ കഴിക്കുമ്പോൾ ഹെൽത്തി ആയിട്ട് തന്നെയായിരിക്കും കഴിക്കുന്നത്, പക്ഷെ ചിലതെങ്കിലും ഗ്ലൈസീമിക് ഇൻഡെക്സ് കൂടുതലായിട്ടുണ്ടാവും. ഫ്രൂട്ട്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നവരുണ്ടാവും. അങ്ങനെയാകുമ്പോൾ നമ്മളിപ്പോൾ രാവിലെ ഇഡ്ഡലി കഴിക്കുന്നതിന് പകരം ഒരു മുട്ടയും സാലഡായിട്ട് കഴിക്കാം. അപ്പോൾ അതവിടെ നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് ആവുകയും ചെയ്തു, ഗ്ലൈസീമിക് ഇൻഡെക്സും കുറഞ്ഞു, നമ്മളെ വെയിറ്റും കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് അത് ഹെൽപ്പ് ചെയ്യും. പിന്നെയുള്ളതാണ് പോർഷൻ കൺട്രോൾ. എത്ര കഴിക്കുന്നു എന്നുള്ള, എത്ര ഹെൽത്തി ആയിട്ടുള്ള ഫുഡായാലും നമ്മൾ ഒരുപാട് കഴിച്ചു കഴിഞ്ഞാൽ വെയിറ്റ് കൂടും. അപ്പോൾ അതുപോലെ തന്നെ ബ്ലഡ് ഷുഗറിൽ പെട്ടെന്നൊരു സ്പൈക്ക് ഉണ്ടാവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ 50% പച്ചക്കറി, 25% കാർബോഹൈഡ്രേറ്റ്, അതുപോലെ തന്നെ 25% പ്രോട്ടീൻ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇങ്ങനെ നമ്മളൊരു പ്ലേറ്റ് മെത്തേഡ് ഫോളോ ചെയ്യുകയാണെങ്കിൽ ഡയബറ്റീസിലെ വെയിറ്റും അതുപോലെ തന്നെ ഷുഗർ ലെവലും നമുക്ക് മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നതാണ് പറയുന്നത്. പിന്നെ ശ്രദ്ധിക്കേണ്ടതാണ്, നമ്മൾ ഫുഡിൽ മസ്റ്റായിട്ടും പ്രോട്ടീൻ ഉൾപ്പെടുത്തണം. പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തുമ്പോൾ നമുക്ക് കുറേ നേരത്തേക്ക് വിശക്കില്ല. ആ വിശക്കാത്തത് കൊണ്ട് തന്നെ നമ്മളെ വെയിറ്റ് പയ്യെ നമുക്ക് കുറയ്ക്കാനും പറ്റും. എന്നാൽ കൂടുതലായിട്ട് ക്രേവിങ്സ് വന്ന് നമ്മളെ ബ്ലഡ് ഷുഗർ സ്പൈക്ക് ഉണ്ടാകുന്നത് തടയാനും വേണ്ടി പറ്റും. അപ്പോൾ നമുക്ക് മുട്ട, ചിക്കൻ, കടല, പയറുവർഗ്ഗങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്യാം. നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ ഇഡ്ഡലി കഴിക്കുന്നതിന് പകരം മുട്ടയും സാലഡും കഴിക്കുന്നത് വഴി നമുക്ക് ഹെൽത്തി ആയിട്ട് നമ്മളെ വെയിറ്റ് കുറക്കാൻ വേണ്ടി പറ്റും. പിന്നെ നമ്മൾ ചെയ്യേണ്ടതാണ് സ്ഥിരമായിട്ട് ഒരു വ്യായാമം നമ്മൾ ഒരു റുട്ടീനായിട്ട് തന്നെ കൊണ്ടുപോവുക. നമ്മൾ ഡെയിലി ഇത്ര എക്സസൈസസ് ചെയ്യും, അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അടുത്ത കാര്യം ചെയ്യുമെന്ന് ഉറപ്പിക്കുക. അപ്പോൾ യോഗ, പിന്നെ ലൈറ്റ് ആയിട്ടുള്ള എക്സസൈസസ്, പിന്നെ ബ്രിസ്ക് വാക്ക്, ഡെയിലി ഒരു 30 മിനിറ്റ്സ് നന്നായി ശരീരം വേർക്കുന്ന രീതിയിൽ വാക്കിങ്ങിന്റെ കുറച്ച് കാര്യങ്ങൾ മുന്നേയുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് നോക്കിയാൽ മതി. അപ്പോൾ അതേ രീതിയിൽ ഫോളോ ചെയ്ത് നന്നായിട്ട് നടക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം. അത് ഡെയിലി ആഴ്ചയിൽ 5 ദിവസമെങ്കിലും മസ്റ്റായിട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഡെയിലി പറ്റുകയാണെങ്കിൽ ഡെയിലി ചെയ്യുക. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ എക്സസൈസിന്റെ കാര്യത്തിൽ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ യോഗയൊക്കെ ആണെങ്കിൽ തന്നെ ചില പ്രത്യേക യോഗകൾ നമ്മുടെ ഷുഗറിനെയും അതുപോലെ തന്നെ വെയിറ്റ് ലോസിനും ഹെൽപ്ഫുൾ ആയിട്ടുള്ളവയുണ്ട്. അതൊക്കെ ഡെയിലി ഫോളോ ചെയ്യുകയാണെങ്കിൽ ചുരുങ്ങിയ കാലയളവിൽ തന്നെ നമുക്ക് ഇത് വെയിറ്റ് കുറക്കാൻ പറ്റുന്നതേ ഉള്ളൂ. നമ്മുടെ ഭക്ഷണത്തിൽ കാർബോഹൈഡ്രേറ്റ്സിന്റെ അളവ് വളരെ കുറയ്ക്കുക. ഇത് നമ്മൾ കൂടുതലായിട്ട് കഴിക്കുമ്പോൾ വെയിറ്റ് കൂടുന്നത് പോലെ തന്നെ ബ്ലഡ് ഷുഗറും കൂടും. അപ്പോൾ നമ്മൾ സോഫ്റ്റ് ഡ്രിങ്ക്സ് കഴിക്കുക, അല്ലെങ്കിൽ പുറത്ത് നല്ല പാക്കറ്റ് ഫുഡൊക്കെ കഴിക്കുമ്പോൾ സംഭവിക്കുന്നത് ഇതാണ്. അപ്പോൾ അതിന് പകരമായിട്ട് നമ്മൾ റീപ്ലേസ്മെന്റ് എന്നുള്ള രീതിയിൽ നട്ട്സും ഒരു ലിമിറ്റഡ് ക്വാണ്ടിറ്റിയിൽ ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം. അതുപോലെ തന്നെയാണ് നമ്മൾ ഭക്ഷണം ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ വേണ്ടി പാടില്ല. വെയിറ്റ് കുറക്കാൻ വേണ്ടി പലരും കണ്ടിട്ടുണ്ടാവും, ഒരു നേരത്തെ ഭക്ഷണം അത് അങ്ങ് സ്കിപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ക്വാണ്ടിറ്റി വളരെ കുറവായിട്ടൊക്കെ കഴിക്കും. അതല്ല ശരിയായിട്ടുള്ള രീതി. നമ്മൾ 3 മീലും 2 സ്നാക്കും എന്നുള്ള രീതിയിൽ തന്നെ ഭക്ഷണം കഴിക്കാം. അതും ബാലൻസ്ഡ് മീൽ, ഓൾറെഡി പറഞ്ഞ പോലെ ബാലൻസ്ഡ് മീൽ എന്നുള്ള ആ ഒരു രീതിയിൽ തന്നെ വേണ്ടവയൊക്കെ കഴിച്ച് എന്നാൽ വെയിറ്റ് മാനേജ് ചെയ്ത് കൊണ്ടുപോവാണ് വേണ്ടത്. അതുപോലെ നന്നായിട്ട് വെള്ളം കുടിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. നമ്മുടെ ബോഡിയിലെ ടോക്സിൻസ് ഒക്കെ പുറത്ത് കളയാൻ വേണ്ടിയിട്ട് വെള്ളം കുടിക്കുന്നത് ഒരു നല്ല വഴിയാണ്. അപ്പോൾ 2.5 തൊട്ട് 3 ലിറ്റർ വരെ നമ്മൾ മസ്റ്റായിട്ടും വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. പിന്നെയുള്ള കാര്യമാണ് നല്ല ഉറക്കക്കുറവുണ്ടാകുമ്പോൾ നമ്മുടെ ഹോർമോൺസ് ഒക്കെ ഇംബാലൻസ്ഡ് ആവുകയും അതുപോലെ തന്നെ കോർട്ടിസോൾ കൂടുകയൊക്കെ ചെയ്യുന്നത് വഴി നമ്മുടെ വെയിറ്റിനെയും അതുപോലെ തന്നെ നമ്മുടെ ബ്ലഡ് ഷുഗറിനെയും ബാധിക്കും. 7 to 8 hours മസ്റ്റായിട്ട് ഉറങ്ങാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം. നെക്സ്റ്റ് ആണ് സ്ട്രെസ് ലെവൽ മാനേജ് ചെയ്യാന്നുള്ളത്. സ്ട്രെസ് ലെവൽ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് മെഡിറ്റേഷൻസോ യോഗയോ പോലുള്ളവയൊക്കെ ഫോളോ ചെയ്യാവുന്നതാണ്. ഇതും
നമ്മുടെ ബ്ലഡ് ഷുഗറിനെ പെട്ടെന്ന് കൂട്ടുന്ന ഒരു കാര്യമാണ്. പിന്നെ നമ്മുടെ റെഗുലർ ആയിട്ട് വെയിറ്റും മോണിറ്റർ ചെയ്യുക, അതുപോലെ തന്നെ ബ്ലഡ് ഷുഗർ മോണിറ്റർ ചെയ്യുക. വീക്കിലി നമ്മൾ മസ്റ്റായിട്ടും നോക്കിയിരിക്കണം വെയിറ്റ് പെട്ടെന്നൊരു വെയിറ്റ് ഗെയിൻ ഉണ്ടാവുന്നുണ്ടോ, അതുപോലെ തന്നെ ഈ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്തിട്ടും വെയിറ്റ് കുറയുന്നില്ലേ എന്നുള്ളതൊക്കെ നോക്കിയിട്ട് നമ്മൾ അത് കണ്ടിന്യൂ ചെയ്യണം. ഇതൊക്കെ ചെയ്തിട്ടും വെയിറ്റ് കുറയുന്നില്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ഒരു പ്ലാൻ വേണമെങ്കിൽ നമ്മുടെ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇതുപോലുള്ള കൂടുതൽ അറിവുകൾക്കായി ഫോളോ ചെയ്യുക. ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. താങ്ക് യു.